നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. AMMA ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷനിൽ ചെറുപ്പക്കാരായ അഭിനേതാക്കൾ ഏതാണ്ട് 60% ചെറുപ്പക്കാരായ അഭിനേതാക്കളും വിട്ടുനിന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഇരയെ പിന്തുണച്ച പല ആളുകളും ഈ ഇലക്ഷനിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി എന്നൊക്കെ പറഞ്ഞ് ശ്വേതാ മേനോനും മറ്റ് 4 പെണ്ണുങ്ങളും അധികാരത്തിലേറി സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന സമൂഹമേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ചിലത് ഇതാണ്. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് AMMA എന്ന സംഘടന വേട്ടക്കാരനൊപ്പം നിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു. അതിൽ ആർജവുമുള്ള കുറച്ച് സ്ത്രീകൾ അന്ന് സംഘടന വിട്ടു. അത് ഒരു വിഭാഗം. ജോലിയില്ലെങ്കിൽ വേണ്ട, ആത്മാഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് അവർ സംഘടനയ്ക്ക് പുറത്തുപോയി. മറ്റൊരു കൂട്ടർ സത്യാവസ്ഥ അറിഞ്ഞിട്ടും പുറത്തു പറയാൻ മടി കാണിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്നു, സംഘടനയോടൊപ്പം ചേർന്ന് നിന്നു. മൂന്നാമതൊരു കൂട്ടർ ഇരയ്ക്കെതിരെ ഗോഗ്വാവിളികളുമായി ഇത് ഫ്രെയിം ചെയ്ത ഒരു സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ ആളാണ് ശ്വേതാ മേനോൻ. ഈ ഫ്രെയിം ചെയ്ത സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ എന്തിനാണ് ഇപ്പോൾ ഇരയായിരുന്ന ആളെ സംഘടനയിലേക്ക് തിരിച്ചു വിളിക്കുന്നത്? അപ്പോ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ, സിനിമാ സംഘടനകളിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് ആണിന്റെ രൂപത്തിലായാലും പെണ്ണിന്റെ രൂപത്തിലായാലും അത് തിരിച്ചു വരും, സംഘടനകളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിന്റെ ഏതാണ്ട് സാക്ഷ്യപത്രങ്ങളാണ് മലയാള സിനിമയിലെ ഓരോ സംഘടനയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ പിന്താങ്ങാൻ കുറെ കൊഞ്ഞാണന്മാരും മലയാള സിനിമയിലുണ്ട്. ഈ പോക്ക് പോയാൽ ഇതിനൊക്കെ ഒരന്ത്യം ഒരു സ്ഥലത്തുണ്ടാകും. അത് വളരെ ഭീകരമായിരിക്കും ഈ സംഘടനയുടെ എല്ലാം കാര്യങ്ങളിൽ. ശ്വേതാ മേനോൻ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പുറത്തു വന്നു പറഞ്ഞത് ഇത് ഒരു ഫ്രെയിം ചെയ്ത സ്റ്റോറിയാണ്, അതുകൊണ്ട് ഞാൻ ഇരയോടൊപ്പം നിൽക്കില്ല എന്ന് അന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളാണ്. മാധ്യമങ്ങൾ മുഴുവൻ ഇരയോടൊപ്പം നിന്ന് ഇരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ, പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾ, ഈ ഇരയ്ക്ക് നീതി കിട്ടണമെന്ന് ആർത്ത് വിളിക്കുമ്പോൾ അവരുടെ എല്ലാം മുന്നിൽ കൊഞ്ഞണം കുത്തിക്കൊണ്ട് ഇതിലെ 8ാം പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ഓടിച്ചെന്ന് വാരിപ്പുണർന്ന് ഞാൻ കൂടെ ഉണ്ട് ഏട്ടാ എന്ന് നിലവിളിച്ചയാളാണ് ലക്ഷ്മി പ്രിയ. ഒരു നാറിയ നാടകം നടത്തി ആ നാടകത്തിന്റെ ലീഡറായിരുന്ന ആളാണ് കുക്കു പരമേശ്വരൻ. കുക്കു പരമേശ്വരനും ഇരയ്ക്കൊപ്പമായിരുന്നില്ല എന്ന് പറയട്ടെ. ഇവരൊക്കെ സ്ത്രീകൾ ആണ് എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അവകാശങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞ് ഇപ്പോ AMMA തലപ്പത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷേ ഇതിന്റെ പിന്നിൽ ചരട് വലിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ സത്യത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യ ഗൗരവങ്ങൾ പിടികിട്ടും. വെളിച്ചം കാണാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, 52ഓളം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടും അതെല്ലാം ക്യാൻസൽ ചെയ്ത സർക്കാർ. മന്ത്രി തന്നെ പറയുന്നു, സ്ത്രീകൾ അധികാരത്തിൽ വന്നാൽ എന്താണ് പ്രശ്നം? അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് വേറെ ലെവലിലേക്കാണ് ഇതിന്റെ പോക്ക്, ഈ പോകുന്നതൊന്നും മര്യാദയ്ക്കല്ല എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. ജഗദീഷ് എന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ
തൽസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കാൻ ചിലർ കളിച്ച കളികൾ, അതുപോലെ തന്നെ അതിൽ പ്രഗത്ഭരായ ആളുകളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്താൻ ഇതിന്റെ പിന്നിൽ നിന്നും പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയുടെ ചില തലവന്മാരും നിർമ്മാതാക്കളുടെ സംഘടനയുടെ ചില തലവന്മാരും അങ്ങ് അമേരിക്കയിൽ വരെ ശ്വേതാ മേനോന് വേണ്ടി പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിയുമോ? ശ്വേതാ മേനോനെയൊക്കെ വെച്ച് അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ആ ഗ്രൂപ്പിലുള്ള താരങ്ങളെയൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു പല തവണ. ന്യൂയോർക്കിലുള്ള ഒരാളാണ്, അദ്ദേഹയുടെ പേര് ഞാൻ പറയുന്നില്ല. ശ്വേതാ മേനോന് വോട്ട് ചെയ്യണം, ശ്വേതാ മേനോനെ വിജയിപ്പിക്കണം. ഇതിൻ്റെയൊക്കെ അർത്ഥം ഇരയോടുള്ള സ്നേഹമല്ല, ഇത് വേട്ടക്കാരനോടൊപ്പം നിൽക്കാനുള്ള ഇവരുടെ വ്യഗ്രതയാണ്. ഇപ്പോൾ അവസാനം ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നു, പുറത്തു പോയവരെല്ലാം തിരിച്ചു വരണം. അതായത് WCCയിലെ അംഗങ്ങളൊക്കെ AMMയിലേക്ക് തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒന്ന് പിടിച്ചു നോക്കി, ദേവനെ എങ്ങനെയെങ്കിലും പ്രസിഡന്റാക്കി ഇത് BJPയുടെ കരങ്ങളിൽ ഒതുക്കാൻ. പക്ഷേ അതിനും ചിലർ വിട്ടുകൊടുത്തില്ല. അതിനർത്ഥം രാഷ്ട്രീയം അവിടെ ഒരുപാടുണ്ട് എന്നുള്ളതല്ല. സുരേഷ് ഗോപി ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ദേവൻ വഴി. പക്ഷേ അതും ഏറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന സ്ത്രീകളെ തന്നെ അവിടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കണം, അവരെ അത് ഏൽപ്പിക്കണം എന്നുള്ള ചിന്ത ഉടലെടുക്കുന്നതും അങ്ങനെ വേട്ടക്കാരനൊപ്പം നിന്ന ആളുകളെല്ലാം കൂടി ചേർന്ന് ഇവരെ അവരോധിച്ചതും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗം ആളുകൾ. ഇതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ ഏതാനും നാളുകൾക്കുള്ളിൽ നമുക്ക് കണ്ടു തുടങ്ങാം.